ഹായ്, നമ്മൾ ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് എയിം ചെയ്യുന്നത് ഇതാണ്. ഈ ഒരു തിയറാണ്. ഓക്കെ, ദാറ്റ് ഈസ് Rn and Rn are not homeomorphic. Okay, and Sm and Sn are not homeomorphic for m not equal to n. Okay, for m not equal to n. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് തിയറംസ് ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ഡിഡ്യൂസ് ചെയ്ത് വരാം. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. What is sequence of homomorphism induced by a continuous function? Okay, sequence of homomorphisms induced by a continuous function. So first of all, let mod k and okay, geometric carrier of k and a geometric carrier of l and f is a continuous function from the geometric carrier of k to geometric carrier of l. Okay, these are geometric carriers with the triangulations k and l. Okay. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞതുപോലെ തന്നെ ബൈ സിംപ്ലിഷ്യൽ അപ്രോക്സിമേഷൻ തിയറം. ഓക്കെ, ബൈ സിംപ്ലിഷ്യൽ അപ്രോക്സിമേഷൻ തിയറം എന്തുണ്ടായിരിക്കും? ദർ ഇസ് എ subdivision. Okay, there is a barycentric subdivision. Okay, there is a barycentric subdivision k of k and a simplicial map g from k of k to l, and a simplicial map ഉണ്ടായിരിക്കും, and this simplicial map can be extended to g from okay, simplicial map. So we get a simplicial map corresponding to this continuous function. Okay, corresponding to the continuous function we get a simplicial map. Now നമ്മൾ ഈ സെക്ഷനിൽ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഏതൊരു സിംപ്ലിഷ്യൽ മാപ്പ് ഫസ്റ്റ് പറഞ്ഞുള്ള ഒരു തിയറം 3.2 ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫ്രെഡറിക് എച്ച് ട്രൂം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഏതൊരു സിംപ്ലിഷ്യൽ മാപ്പും നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ചെയിൻ മാപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ സിംപ്ലിഷ്യൽ മാപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന ചെയിൻ മാപ്പിനെ നമ്മൾ ജി പി എന്ന് വിളിച്ചു. ജി പി ചെയിൻ മാപ്പിംഗ്, സീക്വൻസ് ഓഫ് ചെയിൻ മാപ്പിംഗ് 0 to infinity are chain mapping induced by chain mapping induced by the simplicial map G. Okay, induced by simplicial map G. ഇതാണ് ഒരു ചെയിൻ മാപ്പിംഗ് ഇൻഡ്യൂസ്ഡ് ബൈ എ സിംപ്ലിഷ്യൽ മാപ്പ് G. ഓക്കെ, ഇനി നമ്മൾ സെക്ഷനിൽ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിച്ചിട്ടുള്ളത് ഏതൊരു ചെയിൻ മാപ്പിംഗ് ഇൻഡ്യൂസ്ഡ് ബൈ എ സിംപ്ലിഷ്യൽ മാപ്പിംഗും ഇസ് ആക്ച്വലി എ ചെയിൻ മാപ്പിംഗ്. ഓക്കെ, എനി ചെയിൻ മാപ്പിംഗ് ഇൻഡ്യൂസ്ഡ് ബൈ എ സിംപ്ലിഷ്യൽ മാപ്പിംഗ് ഇസ് ആക്ച്വലി എ ചെയിൻ മാപ്പിംഗ്. സോ വി ഹാവ് this sequence of chain mappings is a chain mapping, actually a chain mapping. Okay, that is del gp equal to gp minus 1. Okay, property satisfied നമ്മൾ chain mapping എന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Okay, so actually is a chain mapping. Now gp is a chain mapping and gp from cp of k to Cp of L, and every chain mapping induce a homomorphism Gp star from the pth homological group of K to the pth homological group of L. Every chain mapping induces a homomorphism from the pth homological group of K to the pth homological group of L, and which can be defined. Okay, നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ്? gp star of suppose this is ഈ hp of k ഉള്ള ഒരു എലമെന്റ് എങ്ങനെയായിരിക്കും? some zp plus bp of k equal to some gp of zp plus bp of L. Okay, gp of zp plus bp of
ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ഹോമോമോർഫിസം ഇൻഡ്യൂസ് ചെയ്യും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടുന്നാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എവിടുന്ന്? ഒരു ജോമെട്രിക് ഏരിയയിൽ നിന്ന് ഒരു ജോമെട്രിക് ഏരിയയിലേക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്നിട്ട് ഒരു സിംപ്ലിഷ്യൽ മാപ്പിംഗ് കിട്ടി. ഈ സിംപ്ലിഷ്യൽ മാപ്പിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഓരോ ചെയിൻ മാപ്പിംഗ് ഇൻഡ്യൂസ്ഡ് ബൈ ദി സിംപ്ലിഷ്യൽ മാപ്പ് കിട്ടി. ആൻഡ് ദീസ് ആർ ഓൾറെഡി എ ചെയിൻ മാപ്പിംഗ്, ഓർ ഓൾ chain mapping induced by a simplicial maps are already also a chain mapping. Okay, exactly. Okay, actually it's a chain mapping. So these are the chain mappings. Now these chain mapping induce a homomorphism. These chain mappings are from Cp of k to Cp of L, and this chain mapping induces a homomorphism Gp star from Hp of k to Hp of L, and we say that this sequence of homomorphisms, Gp star are called sequence of homomorphisms induced by the first taken F, induced by F. നമ്മൾ ഫസ്റ്റ് എടുത്തുള്ള എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോമോമോർഫിസം, അതായത് ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും എന്തുണ്ടായിരിക്കും? ഒരു സീക്വൻസ് ഓഫ് ഹോമോമോർഫിസം നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, സോ നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ള ആ ഒരു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല്, ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ കണ്ടിന്യൂസ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സീക്വൻസ് ഓഫ് ഹോമോമോർഫിസം കാണാൻ സാധിക്കും. ഓക്കെ, സീക്വൻസ് ഓഫ് ഹോമോമോർഫിസം നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ഫോർ എവറി എഫ് from mod k to mod L, we have a sequence of homomorphisms, or GP, maybe GP and FP എന്ന് വിളിക്കാം, geometric notationൽ വ്യത്യാസം ഉണ്ടായിരുന്നു. GP star, okay, GP star, where GP star is from HP of k to HP of L, and is defined by Gp star of Zp plus Bp of k equal to Gp of Zp plus Bp of L. This is defined by this. Okay, these are our first observations, and ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെമ്മയിലേക്ക് പോകാം. So first of all, if we have given two continuous functions, okay, we have given two continuous functions, രണ്ട് continuous functions തന്നു കഴിഞ്ഞാൽ എന്താവും നമുക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. Okay, if we have given two continuous functions that are from f എന്നുള്ളത് f from model and h from to m, okay, അങ്ങനെയാണെങ്കിൽ we have hf അല്ലെ, hf എന്നുള്ളത് ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും, ഒരു സീക്വൻസ് ഓഫ് ഹോമോമോർഫിസം fp സ്റ്റാർ ഉണ്ടായിരിക്കും അല്ലെ, fp സ്റ്റാർ എഫിന് കറസ്പോണ്ടിങ് ആയതുകൊണ്ട് fp സ്റ്റാർ എന്ന് നോട്ടേറ്റ് ചെയ്തു. fp സ്റ്റാർ എവിടെ നിന്ന് ഉണ്ടായിരിക്കും, hp ഓഫ് k യിൽ നിന്ന് hp ഓഫ് l ലേക്ക് ആയിരിക്കും, ആൻഡ് hp സ്റ്റാർ ഫ്രം hp ഓഫ് l ൽ നിന്ന് hp ഓഫ് m ലേക്ക് ആയിരിക്കും. ആൻഡ് ഇവയുടെ കോമ്പോസിഷൻ ദാറ്റ് ഈസ് hp സ്റ്റാർ fp സ്റ്റാർ, hp സ്റ്റാർ കോമ്പോസിറ്റ് fp സ്റ്റാർ എവിടെ നിന്ന് ഉണ്ടായിരിക്കും, ഓക്കെ, hp ഓഫ് k യിൽ നിന്ന് hp ഓഫ് m ലേക്ക് ആയിരിക്കും അല്ലെ, ഇവയുടെ കോമ്പോസിഷൻ. ഇനി നമുക്കറിയാം what is hf, f continuous ആണ്, h continuous ആണ്. The composition of two continuous functions are also continuous. So hf എവിടെ നിന്ന് ഉണ്ടായിരിക്കും, mod k to mod n is continuous. This is continuous function, and ഈ continuous function induce ചെയ്യുന്ന ഒരു sequence of homomorphism ഉണ്ടായിരിക്കും.
ഓക്കെ, ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ഹോമോമോർഫിസം ഉണ്ടായിരിക്കും. അതിനെ ഞാൻ എന്ത് വിളിച്ചു? HF സ്റ്റാർ പി എന്ന് വിളിച്ചു. ഇതും എവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ആയിരിക്കും? HP ഓഫ് കെയിൽ നിന്ന് HP ഓഫ് എമ്മിലേക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, and we'll prove that these two functions are equal. We'll prove these two functions are equal. That is HF star P equal to H star P F star P. Okay. These two functions are equal. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫംഗ്ഷൻ എടുക്കുക, എഫ് ഫ്രം മോഡ് കെ ടു മോഡൽ ആൻഡ് എച്ച് ഫ്രം മോഡൽ ടു മോഡൽ എടുക്കുക. അങ്ങനെയാണെങ്കിൽ അവയുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഹോമോമോർഫിസവും പെർട്ടിക്കുലർ ആയിട്ടുള്ള, അതായത് എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഹോമോമോർഫിസത്തിന്റെ കളക്ഷൻ എടുക്കുക. അതേപോലെ തന്നെ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ കോമ്പോസിഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എന്ത് പറയാം, ഒരു ഇതായിട്ട് ഓക്കെ, ദീസ് ആർ ഈക്വൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതിൽ ടു ഫംഗ്ഷൻസ് ആർ ഈക്വൽ എന്നുള്ളത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? ടു ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ആർ ഈക്വൽ എന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? F equal to G if f of x equal to g of x for every x belongs to the domain. Okay, f of x equal to g of x for every x belongs to the domain. So നമുക്ക് ഓരോ ഫംഗ്ഷനും എങ്ങനെ എഴുതി വെക്കാം. HF star p എന്നുള്ളത് HP of k യിൽ നിന്ന് HP of m ലേക്കാണ്. ആൻഡ് HP star എന്നുള്ളത് HP of L ൽ നിന്ന് HP of M ലേക്കാണ്. ആൻഡ് ഓൾസോ FP star ഫ്രം HP of K to HP of L and HP star FP star from HP of HP of K to HP of M. We want to show that these two functions are equal. So first of all, രണ്ട് functions f ഉം g ഉം equal ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ f equal to g if f of x equal to g of x for every x belongs to the domain. അല്ലെ, x belongs to the domain. So ഈ രണ്ട് functions equal ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡൊമൈനിലുള്ള ഏത് രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻസിന്റെ വാല്യൂസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ നമുക്ക് രണ്ട് പോയിന്റ്സ് എടുക്കാം. ഇതിലുള്ള രണ്ട് പോയിന്റ്സ് ഏത് ഫോമിലായിരിക്കും? സോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, HF P സ്റ്റാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഒരു പോയിന്റ് ഏത് ഫോമിലായിരിക്കും? സം ZP പ്ലസ് BP ഓഫ് K എന്നുള്ള പോയിന്റ് ഫോമിലായിരിക്കും. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് എന്താണ്? HF P സ്റ്റാർ ഇസ് ഈക്വൽ ടു HP സ്റ്റാർ FP സ്റ്റാർ എന്നാണ്. സോ ഈ രണ്ട് പോയിന്റ്സിന് ഈ പോയിന്റ്സിന് എന്താണ്? ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? their functions are equal. സോ ഇവിടെ നമുക്ക് ബൈ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറഞ്ഞത്? what is the definition? GP star of ZP plus BP of K എന്നുള്ളത് നമ്മൾ പറഞ്ഞ എന്താണ്? This is GP of ZP plus BP of L. ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്, ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തത്. So this is HFP of ZP plus BP of, what about this? BP of K. Okay, this is from HP of K to HP of M. So this is BP of M. Okay, this is BP of M. Okay, now ഇതെന്താണ്? ഇതൊരു ഹോമോമോർഫിസം ആണ് അല്ലെ? GP എന്നുള്ളതാണ്. GP എന്നുള്ളത് എവിടുന്ന് എവിടേക്കുള്ളതാണ്? CP of K യിൽ നിന്ന് CP of L ലേക്കുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ വെച്ച് നോക്കുമ്പോൾ HFP എന്നുള്ളത് എവിടേക്കാവും? CP of K യിൽ നിന്ന് CP of M ലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ്. സോ ടു ഹോമോമോർഫിസംസ്. ഓക്കെ, ഹോമോമോർഫിസംസിന്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ഹോമോമോർഫിസം ആണ്. സോ ഇതിന് നമുക്ക് എങ്ങനെ കോമ്പോസിഷൻ ആയതുകൊണ്ട് HP ഓഫ് FP ഓഫ് HF ഓഫ് P ഓഫ് ZP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HP ഓഫ് FP ഓഫ് ZP പ്ലസ് BP of M. Okay, now we have
ZP എവിടെ നിന്ന് കേട്ടാണ്? ZP എവിടെയുള്ള എലമെന്റാ? FP എന്നുള്ള that is ZP belongs to CP of K. Okay, CP of K ഉള്ളതാണ്. So FP of ZP എവിടെ ഉണ്ടായിരിക്കും? FP of ZP belongs to CP of L. Okay, FP of ZP എവിടെ ഉണ്ടായിരിക്കും? CP of L ഉണ്ടായിരിക്കും. Okay, in particular നമ്മൾ മുൻപ് പ്രൂവ് ചെയ്തിട്ടുണ്ട് FP of ZP ആക്ച്വലി എവിടെ ഉണ്ടായിരിക്കുക? ZP of L ലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ZP of is a P cycle എന്നുള്ളത് നമ്മൾ മുൻപ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ സീക്വൻസ് ഈ ഒരു തിയറം പ്രൂവ് ചെയ്തതിന്റെ കൂടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി FP of ZP belongs to ZP of L. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് എവിടെയുള്ള എലമെന്റാണ്? ദിസ് ബിലോങ്സ് ടു ZP of L ലുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് HP star of FP of ZP പ്ലസ് BP of L എന്ന് എഴുതാം. ഓക്കെ, HP star of FP of ZP പ്ലസ് BP of L. സിമ്പിൾ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, HP of L ലുള്ള എലമെന്റ് ആണ് അല്ലെ? FP of ZP പ്ലസ് BP of L എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എലമെന്റ് എവിടെ ഉള്ളതാ? ദിസ് എലമെന്റ് ബിലോങ്സ് ടു HP of L. സോ അതിന്റെ ഇമേജ് എന്താ വരിക? ബൈ അവർ ഡെഫിനിഷൻ അതിന്റെ HP സ്റ്റാറിന്റെ ഇമേജ് എന്താ വരിക? HP of FP of ZP പ്ലസ് അതിന്റെ ഇമേജ് എവിടെ ഉള്ളതാണ്? HP of M ഉള്ളതാണ് പ്ലസ് BP of M. ഇത് തന്നെ വരും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇവിടെ നേരെ ഇങ്ങോട്ട് ചിന്തിച്ചു നോക്കാം. ഓക്കെ, സോ ഇനി ഇതിന്റെ ഉള്ളിലുള്ളത് നോക്കാം. ഉള്ളിലുള്ള എന്താ വരിക നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു HP സ്റ്റാർ ഓഫ്, ഉള്ളിലുള്ളതിന് എങ്ങനെ എഴുതാം? ZP എവിടെയുള്ള എലമെന്റാ? ZP ബിലോങ്സ് ടു ZP of K അല്ലെ? ZP belongs to ZP of K. Now FP of ZP, okay, FP of ZP plus BP of L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This is FP star of ZP plus BP of K എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നേരെ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ നേരെ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്തിട്ടും? What is FP star of ZP plus BP of K? By our definition, FP of ZP plus BP of L. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? HP സ്റ്റാർ FP സ്റ്റാർ. ഓക്കെ, ദിസ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും HP സ്റ്റാർ FP സ്റ്റാർ ZP പ്ലസ് BP of K. സോ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? HFP സ്റ്റാർ ZP പ്ലസ് BP of K will equal to HP സ്റ്റാർ FP സ്റ്റാർ ZP പ്ലസ് BP of K. സോ ഈ രണ്ട് പോയിന്റ്സിന് എന്ത് കിട്ടി? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ f of x equal to g of x for every x belongs to the domain. സോ നമുക്ക് ഈ രണ്ട് ഫംഗ്ഷൻസ് എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. Which implies that okay. So from this we have HF star P equal to H star P FP star. Okay. So these functions are equal. Okay. So this is our first lemma. And ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SM and SN are not homeomorphic for M not equal to N, and RM and RN are not homeomorphic for M not equal to N എന്നുള്ള ഒരു തിയറത്തിലേക്ക് നമ്മൾ വരുന്നത്. അതിനുള്ള പ്രീറിക്വിസിറ്റ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് തിയറം പറയുന്നതാണ് ഇൻവാരിയൻസ് ഓഫ് ഡയമെൻഷൻ. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ് ഫോർ M not equal to N. ഓക്കെ, ഫോർ M not equal to N, SM and SN are not homeomorphic. mth സ്ഫിയറും nth സ്ഫിയറും എന്തല്ല? ഹോമിയോമോർഫിക് അല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സപ്പോസ് ദ കോൺട്രറി ദാറ്റ് ദേ ആർ ഹോമിയോമോർഫിക്. SM SN എന്താണെന്ന് നോക്കുക. Suppose the contrary that they are homeomorphic, that is there exists a homeomorphism H from SM to SN. SM ൽ SN ലേക്ക് ഒരു ഹോമിയോമോർഫിസം എന്ന് വിചാരിക്കാം. ഓക്കെ, SM ൽ SN ലേക്ക് ഒരു ഹോമിയോമോർഫിസം ഉണ്ടെങ്കിൽ H should be continuous. Okay, H should be continuous. What is homeomorphism? A homeomorphism is a bicontinuous bijective map. Okay, bicontinuous bijective map. So bijective ആയതുകൊണ്ട് തന്നെ H inverse ഉണ്ടായിരിക്കും. So H inverse from SM to SN, and H inverse is also continuous. Okay, bicontinuous. H inverse is also continuous. H is continuous, H inverse is continuous. Okay,
H continuous ആണ്. H continuous ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ there is a sequence of homomorphism induced by H from HP of Sm to HP of Sn. So H ന് corresponding ആയിട്ട് എന്തായിരിക്കും? HP ഉണ്ടായിരിക്കും, or HP star. Okay, HP star from HP of Sm to HP of Sn. And also H inverse continuous ആയാൽ H inverse ന് corresponding ആയിട്ട് ഉണ്ടായിരിക്കും H inverse star from HP of Sm or okay, HP of Sn to Sm. Okay. Sn to HP of Sm. Okay, HP of Sm. Okay. Now we have, what about H inverse H? H inverse H. H inverse H is a function. Okay, H inverse H എവിടെ നിന്നായിരിക്കും? Sm to Sn ആണ്. And also H inverse from Sm to Sm and H inverse from Sn to Sn ആയിരിക്കും. Continuous ആയിരിക്കും. And these are H inverse H. അപ്പോൾ H inverse H continuous ആയതുകൊണ്ട് H inverse H ന് corresponding ആയിട്ട് എന്തായിരിക്കും? ഒരു മാപ്പിംഗ് ഉണ്ടായിരിക്കും HP of Sm to HP of Sm. And ഇതിന് corresponding ആയിട്ട് എന്തായിരിക്കും? H inverse star P from HP of Sn to HP of Sn. Okay, Sn to HP of Sn. And from this, ഇതെന്താണ് actually? H inverse HP star is ഇതെന്താണ് actually? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? This function composition എന്നുള്ളത് എന്തായിരിക്കും? Equal to, this is equal to H inverse star P, H star P from എവിടുന്നാണ് HP of Sm to HP of Sm and ഇതെന്താണ് H star P, H inverse P star from HP of Sn to HP of Sn. Already we have this HP. Okay, HP star എന്താണ്? Homomorphisms ആണ് അല്ലെ? HP star homomorphism ആണ്. Homomorphism ആണെന്ന് കിട്ടി. And നമുക്ക് എന്ത് അറിയാം? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? HP star is invertible. That is bijective ആണ്. 1 1 on 2 ആണ്. Invertible. അപ്പോൾ നമുക്ക് invertible ആണെന്ന് കിട്ടി. Invertible ആണ്, homomorphism ആണ്, will implies that HP star is isomorphism. It's an isomorphism. HP star is an isomorphism. One HP star എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? HP star എന്നുള്ള ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? HP star is from HP of Sm to HP of Sn. So HP star is an isomorphism means HP of Sm is isomorphic to HP of Sn. Okay, these two are isomorphism for every p. Okay, arbitrary ആയിട്ടാണ് നമ്മൾ p choose ചെയ്തിട്ടുള്ളത് for every p, ഏതൊരു p ക്കും. But we have നമുക്ക് എന്തറിയാം? HP of Sn or Sm equal to Z or isomorphic to Z for p equal to 0 and p equal to n, and singleton set is 0 for p 0 less than p less than n. Okay, 0 less than p less than n. So ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് p equal to, ഞാൻ ഇവിടെ p equal to m ആയിട്ട് എടുത്തു. Okay, ഇവിടെ p equal to m ആയിട്ട് എടുത്തു. If p equal to m, then already we know that p not equal to n. Okay, p not equal to n. On p, m and n are okay, m and n are greater than or equal to 1. Okay, m and n are greater than or equal to 1. So p equal to m എടുത്തു. So നമുക്ക് എന്ത് പറയാം? What about HP of Sm is isomorphic to Z, but p not equal to n. Okay, but p not equal to n, so p should be less than n. Okay, p should be less than n. So we have HP of Sn is isomorphic to
singleton set 0, which is a contradiction. Okay, this is a contradiction for this p. Okay, ഏതെങ്കിലും ഒരു പി, എല്ലാ പിക്കും ഹോമിയോ ഐസോമോർഫിക് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഒരു പിക്ക് എന്താ ഇത്, അത് കോൺട്രഡിക്ട് ചെയ്തു. ഓക്കെ, കോൺട്രഡിക്ട് ചെയ്തു. സോ അവർ അസംഷൻ ഈസ് റോങ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? എസ് എമ്മും എസ് എന്നും ഹോമിയോമോർഫിക് ആണ് നിർത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഇത്തരത്തിലൊരു കോൺട്രഡിക്ഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ്? എസ് എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് എസ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീത്ത് ഹോമോളജിക്കൽ ഗ്രൂപ്പുകൾ കണ്ടു. അവ എന്താണ്? അവ ഐസോമോർഫിക് അല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഏതോ ഒരു പിക്ക് അതെന്തല്ല ഐസോമോർഫിക് അല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ അതെന്താണ്? നമുക്ക് എന്ത് കിട്ടി? ഹോമിയോമോർഫിക് അല്ല എന്നുള്ളത്. എസ് എം ആൻഡ് എസ് എൻ ആർ നോട്ട് ഹോമിയോമോർഫിക് എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ആർ എം ആൻഡ് ആർ എൻ ആർ നോട്ട് ഹോമിയോമോർഫിക്. ഓക്കെ, അത് അറിയണമെങ്കിൽ നമുക്ക് ടോപ്പോളജിയിലെ ചെറിയൊരു കോൺസെപ്റ്റ് മനസ്സിലാകണം. ഓക്കെ, വാട്ട് ആർ എസ് എം ആൻഡ് എസ് എൻ? എസ് എം എസ് എന്നും ആക്ച്വലി എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ the second proof is RM and RN are not homeomorphic. Next theorem. Okay, and we have നമ്മൾ R എടുക്കുക. This is the real line. Okay, the real line. It is not compact. Okay, it is not compact. അപ്പൊ ഇതിനെ കോമ്പാക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇറ്റ്സ് എ കോമ്പാക്ട്, ഇറ്റ് ഇസ് നോട്ട് കോമ്പാക്ട് ബട്ട് ലോക്കലി കോമ്പാക്ട് സ്പേസ് ആൻഡ് ഹോസ്ഡോർ സ്പേസ്. ഹോസ്ഡോർഫ് ആണ് ആൻഡ് ലോക്കലി കോമ്പാക്ട് സ്പേസ് ആണ്. സോ ഇതിനെ കോമ്പാക്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ഒരു എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം ആർ യൂണിയൻ ഇൻഫിനിറ്റി. ഓക്കെ, ആർ യൂണിയൻ ഇൻഫിനിറ്റി. ഓക്കെ, ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈ രണ്ട് എൻസിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടിക്കുന്നു. അപ്പൊ അതെന്തായി? ആക്ച്വലി ഒരു സർക്കിൾ ആയി. Okay, circle. It's a bigger circle. Okay, it's a bigger circle which is compact. Which is compact in R2. R2 എന്താണ്? കോമ്പാക്ട് ആണ്. And this is called S1. One circle. S1 circle. Okay, one sphere. Okay, one sphere. So it is compact. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൺ പോയിന്റ് കോമ്പാക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ R2ലുള്ള R2നെ കോമ്പാക്ടിഫിക്കേഷൻ, R2ന്റെ വൺ പോയിന്റ് കോമ്പാക്ടിഫിക്കേഷൻ ആണ് എന്ത്? ആക്ച്വലി S2. S2 is a two sphere in R3. Okay, in R3. Okay, so RMന്റെ വൺ പോയിന്റ് കോമ്പാക്ടിഫിക്കേഷൻ ആണ് ആക്ച്വലി എന്ത്? SM എന്ന് പറയുന്നത്. ഓക്കെ, RM കോമ്പാക്ട് അല്ലാത്തതുകൊണ്ട് അതിനെ കോമ്പാക്ട് ആക്കാൻ വേണ്ടി നമ്മൾ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത്? SM കിട്ടുന്നത്. ഓക്കെ, SM കിട്ടുന്നത്. അതേപോലെ തന്നെ RNന്റെ വൺ പോയിന്റ് കോമ്പാക്ടിഫിക്കേഷൻ ആണ് എന്ത്? SN എന്ന് പറയുന്നത്. ഓക്കെ, SN എന്ന് പറയുന്നത്. സപ്പോസ് RMഉം RNഉം ഹോമിയോമോർഫിക് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് RNഉം RMഉം ഹോമിയോമോർഫിക് ആവുകയാണെന്നുണ്ടെങ്കിൽ suppose RM and RN are homeomorphic. That is, there is a function phi from RM to Rn which is bicontinuous and bijective. Okay. Okay. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈ എന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SM-ലേക്കും SN-ലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. This continuous function can be extended to SM and SN. So phi can be extended to SM and SM to SN. Okay. ഫൈ RMലേക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? SM കിട്ടും. So phi can be extended to that. Okay. So phi is a homeomorphism from SM to SN, or phi is a continuous map. Okay, even phi is a continuous map. അത്ര മതി നമുക്ക്. Phi is a continuous map from SM to SN. Phi continuous map SM to SN ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? Or phi is a homeomorphism. So we have SM and SN are homeomorphic, which is a contradiction. അല്ലേ? നമ്മൾ മുൻപത്തെ പ്രൂഫിൽ എന്ത് പറഞ്ഞു? ഇതെന്താണ്? നോട്ട് ഹോമിയോമോർഫിക്. ദേ ആർ നോട്ട് ഹോമിയോമോർഫിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ അസംഷൻ എന്താണ്? റോങ് ആണ്. RM and RN are not homeomorphic.
Okay, so this is the use of algebraic topology. ഈ algebraic topology ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ വേഗത്തിൽ നമുക്ക് എസ് എമ്മും എസ് എന്നും ഹോമിയോമോർഫിക് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, എസ് എമ്മും എസ് എന്നും ഹോമിയോമോർഫിക് അല്ല എന്നുള്ളത് നമുക്ക് വളരെ സുഖമായിട്ട് പറയാൻ സാധിക്കും. ഇറ്റ്സ് എ സ്മോൾ തിയറം. ഓക്കെ, സോ അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ എമ്മും ആർ എന്നും ഇവിടെ ഹോമിയോമോർഫിക് അല്ല എന്ന് പറയുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, ആക്ച്വലി എസ് എമ്മും എസ് എന്നും ഹോമിയോമോർഫിക് അല്ല എന്നുള്ള ഉപയോഗിച്ചിട്ടാണ്. സോ വി നീഡ് പ്രൂഫ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫ് നമ്മൾ ആക്ച്വലി പറയുന്നത് എവിടെ നിന്നാണ്, it's using algebraic topology and from the invariance of dimension and the homological group homology. Okay, so this is our theorem. Thank you.